കംബോഡിയയ്ക്കും തായ്ലാന്റിനും ഇടയിലുള്ള പ്രശ്നം ഇപ്പോൾ വളരെ ഗുരുതരമായി തന്നെ സംഭവിക്കുകയാണ്. തായ്ലാന്റിന്റെ F-16 വിമാനങ്ങൾ കംബോഡിയയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച് നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് ഒരു പ്രതികാര ആക്രമണം കംബോഡിയ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തായ്ലാന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഗ്യാസ് സ്റ്റേഷനെ ആക്രമിച്ചതിൽ 11-ൽ കൂടുതൽ പേർ മരിച്ചതായി തായ്ലാന്റ് ഒരു ആരോപണം നടത്തി. കൂടാതെ കംബോഡിയയ്ക്ക് ഒരു സിവിയർ റെസ്പോൺസ് നൽകും എന്നും പറഞ്ഞു. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താണ്? എല്ലാവരും ഈ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിലും ഇസ്രായേൽ ഗാസ പ്രശ്നത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു ബന്ധവുമില്ലാതെ സൗത്ത് ഈസ്റ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചതിന്റെ കാരണം എന്താണ്? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയ പ്രശ്നമൊന്നും അല്ല. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെയായി കംബോഡിയയ്ക്കും തായ്ലാന്റിനും ഇടയിൽ ഒരു ക്ഷേത്രത്തെ അടിസ്ഥാനമാക്കി പ്രശ്നങ്ങളെല്ലാം പോകുന്നുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. തായ്ലാന്റ്, കംബോഡിയ 2 പേരും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വളരെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ എന്ന് പറയാം. 1900 ഈ വർഷത്തിൽ ഫ്രാൻസിന്റെ ഭരണത്തിന് കീഴിൽ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം ഈ 2 കാലഘട്ടത്തിലും കംബോഡിയ നേരിട്ട് ഫ്രാൻസിന്റെ ഒരു കോളനിയായിരുന്നു. ഇവിടെ തായ്ലാന്റിനെ നോക്കിയാൽ അവർ ഏതൊരു രാജ്യത്തിന്റെയും ഭരണത്തിന് കീഴിൽ വരാതെ ജപ്പാന്റെ ക്ലോസസ്റ്റ് അലയായിരുന്നു. ഇവർക്കിടയിൽ അന്നൊരു വലിയ പ്രശ്നം സൈലന്റ് ആയി തന്നെ പുകയുന്നുണ്ടായിരുന്നു. കാരണം പ്രീവിഹർ പ്രൊവിൻഷ്യയിലുള്ള പ്രീവിഹർ എന്ന ഒരു ശിവക്ഷേത്രം, ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. ഈ ഹിന്ദു ക്ഷേത്രമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണമായി മാറിയത്. തായ്ലാന്റിന്റെ ക്ലെയിം അനുസരിച്ച് നോക്കിയാൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശപ്പെട്ടത്. അതേസമയം കംബോഡിയയുടെ ക്ലെയിം അനുസരിച്ച് നോക്കിയാൽ ഇല്ല, ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ ഫ്രാൻസിന്റെ ഭരണത്തിന് കീഴിൽ ഈ കംബോഡിയ ഉള്ളിടത്തോളം കാലം തായ്ലാന്റ് ഇതിനെയൊക്കെ ഒരു ക്ലെയിമായി നടത്തിയാൽ പോലും അതിനെ പിടിച്ചെടുക്കാനോ അത് സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അവിടെ ഏതൊരു ശ്രമവും അവർ നടത്തിയില്ല. എന്നാൽ 1953-54 ഈ ഒരു കാലത്ത് ഫ്രാൻസ് കംബോഡിയയ്ക്ക് സ്വാതന്ത്ര്യം നൽകി. അവരുടെ ഈ കോളനി ആധിപത്യമോട് അവസാനത്തിൽ വരുന്നു. ഇങ്ങനെ ആയതിനു ശേഷം 1990-ൽ ഫ്രാൻസ് ഒരു മാപ്പ് ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തു. അങ്ങനെ അനൗൺസ് ചെയ്ത മാപ്പ് അനുസരിച്ച് കംബോഡിയയ്ക്ക് ഒരു അതിർത്തി നൽകുകയും ഈ ഒരു ശിവക്ഷേത്രം കംബോഡിയ അതിർത്തിക്കുള്ളിലേക്ക് വരികയും ഫ്രാൻസ് അവർക്ക് സ്വാതന്ത്ര്യവും നൽകി. അപ്പോൾ വരെയും വളരെ ശാന്തമായിരുന്ന തായ്ലാന്റ് കംബോഡിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി അവിടെ ഒരു യുദ്ധം തന്നെ തൊടുത്തുവിട്ടു. ഇത് അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. ഈ ഒരു ക്ഷേത്രത്തിന് പിന്നിൽ തായ്ലാന്റിന്റെ അതിർത്തി, ഈ ക്ഷേത്രത്തിന് മുന്നിൽ കംബോഡിയയുടെ അതിർത്തി. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തുള്ള ഒരു മലയോര പ്രദേശം, ടാൻസൻസ് മല എന്ന് പറയും. ഈ ഒരു പർവ്വത നിരക്ക് അടുത്ത് സംഭവിച്ച ഈ ഒരു പോരാട്ടത്തിൽ കംബോഡിയ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെയും മറ്റു രാജ്യങ്ങളുടെ പക്കലും അവരുടെ സഹായം ചോദിച്ചു. വിവിധ ഘട്ട ചർച്ചകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇതിന്റെ ഒരുപാട് എൻക്വയറീസ് അവസാനിച്ചതിന് ശേഷം ICJ ഒരു വിധി നൽകി. ഈ ഒരു വിധി കംബോഡിയയ്ക്ക് അനുകൂലമായി മാറുന്നു. അതിനവർ പ്രധാനമായി പറഞ്ഞ കാരണം ഈ ടോട്ടൽ ഏരിയ, ഈ പ്രശ്നത്തിന് കാരണമായ ഈ മുഴുവൻ പ്രദേശത്തിന്റെയും അളവ് 5 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിനുള്ളിലാണ് ക്ഷേത്രം വരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ മുൻഭാഗം, അതിനെ ആക്സസ് ചെയ്യുന്ന എല്ലാ വഴികളും കംബോഡിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1800 അടി ഉയരത്തിലുള്ള ഒരു മല, അതിന് മുകളിലെ ഒരു ക്ഷേത്രം, അതിലേക്കുള്ള വഴിയെല്ലാം കംബോഡിയയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മാത്രവുമല്ല ഈ ക്ഷേത്രത്തിന്റെ വഴി, ക്ഷേത്രത്തിന്റെ മുൻഭാഗം, ആ ക്ഷേത്രത്തിന്റെ ഫേസ് എല്ലാം കംബോഡിയയെ ഫേസ് ചെയ്താണുള്ളത്. അതിനെ ആക്സസ് ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം കംബോഡിയയെ നോക്കി ഉള്ളത് കൊണ്ട് തന്നെ ഇത് കംബോഡിയയ്ക്ക് സ്വന്തമായ ഒരു പ്രദേശമാണ്. ചരിത്രം നമ്മൾ ഒന്നുകൂടി ഒന്ന് പഠിച്ചു നോക്കിയാൽ ഇത് കംബോഡിയയ്ക്ക് അവകാശപ്പെട്ട പ്രദേശം തന്നെയാണ്. ഇതിനെ ഒരു ബഫർ സോണായി ക്രിയേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ തായ്ലാന്റിന് ഇവിടെ ഏത് തരത്തിലുള്ള ആധിപത്യവും ഇല്ല. ഇത് അവർക്ക് സ്വന്തമായ ഒരു പ്രദേശം അല്ല എന്ന് അവിടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലും വിധിയിലും പറഞ്ഞു. എന്നാൽ ഇന്നുവരെയും തായ്ലാന്റ് അത് അംഗീകരിച്ചിട്ടില്ല. അവരുടെ സൈഡിൽ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ ഡീമിലിറ്ററൈസ്ഡ് സോണാക്കി മാറ്റുകയും ചെയ്യുന്നു. അതിലവർക്ക് വിജയം ലഭിച്ചു. എന്നാൽ കംബോഡിയയ്ക്ക് സ്വന്തമായി ഈ ഒരു പ്രദേശത്ത് ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ നടത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ കംബോഡിയ പലതവണ കുറ്റാരോപണം നടത്തിയിട്ടുമുണ്ട്. അപ്പോ ഈ സൂര്യവർമ്മൻ 1-ാമൻ, സൂര്യവർമ്മൻ 2-ാമൻ ഇവർ നിർമ്മിച്ച ക്ഷേത്രമാണിത്. 10-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിനുള്ളിൽ ഇത് പണിത് അവസാനിപ്പിച്ചു എന്നും പറയുന്നു. ഈ ഒരു ക്ഷേത്രത്തെയും ഈ 5 സ്ക്വയർ കിലോമീറ്ററിനെയും കാരണമായി കാണിച്ചാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നത്. എന്നാൽ ഇതെല്ലാം 1960-70കളിൽ സംഭവിച്ച പ്രശ്നമല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം വന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നേരിട്ട് ഈ ഒരു സ്ഥലത്തെ അടിസ്ഥാനമാക്കി പ്രശ്നം വന്നിട്ടില്ല. എമറാൾഡ് ട്രയാങ്കിൾ എന്നൊരു പ്രദേശമുണ്ട്. അതായത് ഈ ഒരു ക്ഷേത്രമുള്ള ആ ഒരു മലയിൽ നിന്നും കുറച്ച് മാറിയുള്ളൊരു പ്രദേശം. അവിടെ ഈ ജൂൺ മാസം മുതൽ ഈ 2 വിഭാഗത്തിനും ഇടയിൽ സംഘർഷം വർദ്ധിച്ചു. ജൂലൈ മാസം 8-ാം തീയതി തായ്ലാന്റ് ബോർഡറിൽ ഒരു കുഴിബോംബ് പൊട്ടിത്തെറിച്ചതിലൂടെ തായ്ലാന്റിലെ സൈനികന്
കാല് നഷ്ടമാകുന്ന തരത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി. ഈ സമയം തായ്ലാന്റ് ഒഫീഷ്യലായി പറഞ്ഞത്, ഞങ്ങളുടെ പ്രദേശങ്ങൾക്കുള്ളിൽ കുഴിബോംബുകൾ വിയറ്റ്നാം വീശിയെറിയുന്നു. ചെളികൾ നിറഞ്ഞ പ്രദേശത്ത് സൈനികർ പോകുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ ആ പ്രദേശത്ത് കുഴിബോംബുകൾ ഇടുകയാണ്. ഇത് ഞങ്ങളുടെ സൈനികരെ കൊണ്ട് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിലൂടെ ഒരുപാട് അപകടങ്ങളും സംഭവിക്കുന്നുവെന്ന കുറ്റാരോപണം നടത്തി. അതിനുശേഷം ഇന്നലെ വീണ്ടും ഇതുപോലൊരു സ്ഫോടനം അവിടെ സംഭവിച്ചു. അതിൽ വീണ്ടും ഒരു സൈനികന് ഒരുപാട് പ്രശ്നം സംഭവിച്ചു. ഇതിനെ കാരണമായി കാണിച്ച് രണ്ട് വിഭാഗവും മാറി മാറി ഇപ്പോൾ വെടിയുതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കാഷ്വാലിറ്റീസ് കൗണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം പ്രശ്നം വർദ്ധിച്ചപ്പോൾ തായ്ലാന്റിന്റെ എയർഫോഴ്സ് അവിടെ കളമിറങ്ങി. തായ്ലാന്റിന്റെ എയർഫോഴ്സിലുള്ള 3-4 വിമാനം കംബോഡിയയിൽ കയറി അറ്റാക്ക് ചെയ്തു. അതിൽ 2 പേർ മരിച്ചു. ആദ്യം ഒരാൾ മരിച്ചുവെന്ന് കൺഫേം ചെയ്തു. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്ത് റിവീൽ ചെയ്തില്ല. മറ്റൊരു കാഷ്വാലിറ്റിയും പിന്നെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ വലിയൊരു ടെൻഷൻ തന്നെ റേസ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കംബോഡിയ, തായ്ലാന്റ് ഇവരുടെ രണ്ടുപേരുടെയും മിലിറ്ററി പവർ കമ്പയർ ചെയ്ത് നോക്കിയാൽ കംബോഡിയയുടെ പക്കൽ വലിയ രീതിയിലുള്ളൊരു സൈനിക പവർ ഒന്നും തന്നെ ഇല്ല. അവരെക്കാൾ 3 മടങ്ങ് 5 മടങ്ങോളം സൈനിക ശക്തിയുണ്ട് തായ്ലാന്റിന്. അവരുടെ പക്കൽ F-16 വിമാനങ്ങളുണ്ട്. വീണ്ടും ഒരുപാട് അറ്റാക്ക് വിമാനങ്ങളുണ്ട്. എന്നാൽ കംബോഡിയയുടെ എയർഫോഴ്സിന്റെ പക്കൽ ഹെലികോപ്റ്റേഴ്സ്, അതും സാധാരണ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റേഴ്സ് ആണ് കൂടുതലുള്ളത്. അതിനുമപ്പുറം അവരുടെ പക്കൽ ഏതൊരു വലിയ എയർഫോഴ്സും ഇല്ല. കംബോഡിയൻ സിവിൽ വാറിലുണ്ടായ പ്രശ്നം, അതിനുശേഷം ഏതൊരു വിമാനവും നിങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന് അവർക്ക് നേരെ നൽകിയ ഉപരോധം, ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് കംബോഡിയ അവരുടെ എയർഫോഴ്സിനെ ബിൽഡ് ചെയ്തിട്ടില്ല. പൂർണ്ണമായും അവരുടെ പക്കലുള്ള സൈനികരുടെ എണ്ണം മാത്രം 60 മുതൽ 70,000 മാത്രമാണ് ആക്റ്റീവ് സൈനികർ. റിസർവ് എല്ലാം ചേർക്കുകയാണെങ്കിൽ 1,25,000 1,35,000 ഉണ്ടാകാമെന്നാണ് കണക്ക്. എന്നാൽ ഇവിടെ തായ്ലാന്റിന്റെ മുഴുവൻ സൈനികരുടെയും എണ്ണം നോക്കുകയാണെങ്കിൽ 3 മുതൽ 5 ലക്ഷം വരെയും ഉണ്ട്. പ്രാക്ടിക്കലി എങ്ങനെ നോക്കിയാലും കംബോഡിയയുമായി വളരെ വലിയൊരു ഫ്ലീറ്റാണ് ഇവർക്കുള്ളത്. കംബോഡിയയുമായി കമ്പയർ ചെയ്യുമ്പോൾ തായ്ലാന്റിന്റെ പക്കൽ ഒരു പവർഫുള്ളായ ഫ്ലീറ്റ് തന്നെയുണ്ട്. ഇതിനിപ്പോൾ കംബോഡിയ കൗണ്ടർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പക്കൽ എയർഫോഴ്സ് ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രദേശത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി ആക്രമിച്ച് പ്രധാനപ്പെട്ട 2 റീജിയണിലെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഞങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് നശിപ്പിക്കപ്പെടുക എന്നത് വലിയ നഷ്ടം തന്നെയാണ്. ഇതിന് റിട്ടാലിയേഷൻ നൽകുന്ന രീതിയിൽ റഷ്യയുടെ ഗ്രാഡ് MLR സിസ്റ്റം അവിടെ പക്കൽ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ഫയർ ചെയ്തു. 12 ഇടങ്ങളിൽ സ്ട്രൈക്ക് ചെയ്തു. ഈ 12 സ്ട്രൈക്സിൽ ഒരു ഗ്യാസ് സ്റ്റേഷൻ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഇതിൽ 11 പേർ മരിച്ചുവെന്ന് കൺഫേം ചെയ്തു. വീണ്ടും എത്ര പേർ മരിച്ചു എന്നുള്ള വാർത്തകളൊന്നും പുറത്തു വന്നില്ല. ഈ 2 രാജ്യങ്ങളും ഇങ്ങനെ എസ്കലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മറ്റു രാജ്യങ്ങൾക്കുള്ളൊരു പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ 2 സൈനിക ബലമുള്ള രാജ്യത്തിനിടയിൽ പ്രശ്നം വരികയാണെങ്കിൽ അതിൽ കാഷ്വാലിറ്റീസ് കൗണ്ട് ഒരു പരിധി വരെയും കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 2 പേരുടെ പക്കലും പ്രോപ്പറായ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം, പ്രോപ്പർ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉണ്ടാകും. എന്നാൽ ഈ 2 രാജ്യങ്ങളുടെ പക്കലും പറയത്തക്ക വലിയ വെപ്പൺ സിസ്റ്റം ഒന്നും ഇല്ല. ഡിഫൻസിനുള്ള വെപ്പൺ സിസ്റ്റം ഇല്ല. ചില മാൻ പാഡ്സ് ഒഴികെ, QWK സീരീസിലുള്ള മാൻ പാഡ്സ് ഒഴികെ കംബോഡിയയുടെ പക്കൽ അവിടെ എയർഫോഴ്സിനെ ഡിഫൻഡ് ചെയ്യാൻ ഏതൊരു എയർ ഡിഫൻസ് സിസ്റ്റവും ഇല്ല. ഇത്തരത്തിലൊരു സമയത്ത് തായ്ലാന്റ് ഇങ്ങനെ ഒരു അഗ്രസീവ് മാനുവർ ചെയ്യുകയാണെങ്കിൽ കംബോഡിയയിൽ ഒരുപാട് മരണങ്ങൾ തന്നെ വരുത്തും. അവസാനമായി അവർക്കിടയിൽ ഉണ്ടായ ഒരു യുദ്ധം 2008, ആ സമയത്ത് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് 2000-ലേറെ വ്യക്തികൾ, മൊത്തത്തിലൊരു കണക്കെടുത്താൽ 2000-ലേറെ അവിടെ മരിച്ചിരിക്കാമെന്നാണ് പറയുന്നത്. ഇതും ഒരു ചരിത്രമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ടെൻഷൻസ് കുറച്ചില്ലെങ്കിൽ കാഷ്വാലിറ്റീസ് കൗണ്ട് കൂടുക തന്നെ ചെയ്യും. മറ്റ് രാജ്യങ്ങൾ ഇതിൽ ഇടപെട്ട് ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. എങ്കിൽ മാത്രമേ കാഷ്വാലിറ്റീസ് കൗണ്ട് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു വലിയ മിലിറ്ററി പവർ ഇല്ല എന്ന സാഹചര്യത്തിൽ എക്സ്റ്റേണൽ പ്രഷർ നൽകുമ്പോൾ ഈ 2 രാജ്യങ്ങളെയും അവിടെ പതിയെ ഒന്ന് തണുപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നതിന് കാരണം ഈ 5 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ്. തായ്ലാന്റ് ഇപ്പോഴും ആ സ്ഥലം വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് സ്വന്തമായ പ്രദേശമാണ്. നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചു എന്ന് ഒരുപാട് കുറ്റാരോപണങ്ങൾ നടത്തിയാലും ചരിത്ര തെളിവുകൾ നോക്കുമ്പോൾ ഇത് കംബോഡിയയുടെ പ്രദേശമാണ് എന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ചരിത്ര ഗവേഷകർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇത് തായ്ലാന്റ് അംഗീകരിക്കാൻ തയ്യാറാകുന്നും ഇല്ല. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ടെൻഷൻ എന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരു പുതിയ സ്പാർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.